പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ. വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് യേശു കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 19-ാം വാക്യം. അപ്പോൾ ഫരിസേയർ പരസ്പരം പറഞ്ഞു, നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് കാണുന്നില്ലേ? നോക്കൂ, ലോകം അവൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞു. നോക്കൂ, ലോകം അവൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞു. നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ അവൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞുവോ? ഞാൻ ഇന്ന് ആലോചിക്കുകയായിരുന്നു, ഈ വചനം എൻ്റെ ജീവിതത്തിലില്ലെങ്കിൽ നിരാശയുടെ പടുകുഴിയിൽ ഞാൻ വീണു പോകുമായിരുന്നു. കാരണം സന്തോഷിക്കാനായിട്ട് വലിയ വകയൊന്നും ഇന്നത്തെ ലോകത്തിലില്ല. കഴിഞ്ഞ ആഴ്ച മുഴുവൻ ആത്മഹത്യയാണോ കൊലപാതകമാണോ അതിൻ്റെ ചൂടാറി, അത് കഴിഞ്ഞു തുടങ്ങി, അത് പോയി. പിന്നെ ഒരു ജനാധിപത്യ രാജ്യത്ത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ഡിബേറ്റ് ചെയ്യാനൊന്നും സാധിക്കുന്നില്ല. അടിച്ചമർത്തപ്പെടുന്നത് നമ്മൾ കാണും. അതങ്ങനെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ വന്നാലും മറുപടി പറയാതെ നടക്കുന്ന വലിയ വലിയ ഭരണാധികാരികൾ, കറപ്ഷൻ, ജുഡീഷ്യറിയുടെ ശോഷണം, അങ്ങനെ കറപ്ഷനും വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ഉത്തരവാദിത്തമില്ലായ്മയും യുവജനങ്ങൾക്ക് ജോലിയില്ലാത്ത അവസ്ഥകളും മദ്യവും മയക്കുമരുന്നും ലോട്ടറിയും ഈ പൈസയൊക്കെ ജി ഡി പി എന്ന് പറയുമ്പോഴും ഇതൊക്കെ കുറച്ച് ധനവാന്മാരുടെ കയ്യിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന അവസ്ഥ, ദരിദ്രർ അതിദരിദ്രരായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ, ഇതൊക്കെയാണ് നമ്മളിന്ന് പേപ്പർ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ കാണുന്നത്. ലോകത്തിലെ പ്രമുഖർ ഒക്കെ വ്യഭിചാരം ചെയ്യാൻ അതിനുള്ള സൗകര്യമൊക്കെ കൂട്ടിക്കൊടുത്ത് അവസാനം അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അതിനകത്ത് പെട്ട പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും രാഷ്ട്രത്തലവന്മാരുമൊക്കെ എന്നിട്ടും രാജിവെക്കുന്നില്ല. അതൊന്നൊരു കുഴപ്പമില്ലെന്നുള്ള രീതിയാണ്. പിന്നെ ധനിക രാഷ്ട്രങ്ങൾ, അത്രയും പവറില്ലാത്ത രാഷ്ട്രങ്ങളെ ഞെരിച്ച് അവരുടെ വരുതിയിൽ നിർത്തുന്ന കാഴ്ച. അപ്പോൾ പോസിറ്റീവായിട്ട് വലിയ കാര്യങ്ങളൊന്നും ഈ ലോകത്തിൽ കാണുന്നില്ല. ആകെ കൂടെ ആശ്രയം വചനമാണ്. അപ്പോൾ ക്രിസ്തു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അതായത് സമാധാനമില്ലാത്തിടത്ത് നിനക്ക് പറ്റുന്ന രീതിയിൽ സമാധാനം വിതയ്ക്കുക, അക്രമമുള്ളിടത്ത് നിനക്ക് പറ്റുന്ന രീതിയിൽ സ്നേഹം വിതയ്ക്കുക. അക്രമത്തെ അക്രമം കൊണ്ട് നേരിടരുത്, അക്രമത്തെ സ്നേഹം കൊണ്ട് നേരിടുക. ഇതൊക്കെ പഴഞ്ചനാശയങ്ങളാണ്, ഇംപ്രാക്ടിക്കലാണെന്നൊക്കെ തോന്നിയാലും ഇത് മാത്രമേ ഇന്നത്തെ കാലത്ത് പ്രായോഗികമായിട്ടുള്ളൂ. ശത്രുവിനെ സ്നേഹിക്കുക, അവന് നന്മ ചെയ്യുക, അതുവഴി അവനെ ഉന്മൂലനം ചെയ്യുക. ആ ശത്രു ക്ഷയിച്ചു പോകും.
അപ്പോൾ ക്രിസ്തുവിൻ്റെ വചനങ്ങൾക്ക് ജനം മുഴുവൻ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തിൽ പല സ്ഥലങ്ങളിലും ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. കാരണം ആകാശത്തിന് കീഴിൽ വേറെ ഒന്നിലും രക്ഷയില്ല എന്ന് മനുഷ്യർക്ക് ബോധ്യം ആയി വരുന്നു. എല്ലായിടത്തും മൂല്യച്യുതി. ആകെ രക്ഷ, മനുഷ്യകുലത്തിന് ആകെ രക്ഷ ദൈവവചനം മാത്രമാണ്. നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ, എല്ലാവരും അവൻ്റെ പുറകെ പോയി കഴിഞ്ഞു എന്ന് ഫരിസേയർ പറയുന്നു. അതായത് കർത്താവിനെ പിടിക്കാനായിട്ട് നോക്കി നിൽക്കുക, പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഒന്നാമത് അവനിൽ കളങ്കമില്ല, രണ്ടാമത് അവൻ അത്ഭുത പ്രവൃത്തികൾ ചെയ്യുന്നു, അവന് ഒത്തിരി പേർ അവനെ അനുധാവനം ചെയ്യുന്നു. അപ്പോൾ കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോൾ ഈ ലോകത്തിലെ തിന്മകൾക്ക് നമ്മളെ ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. കർത്താവ് തന്നെ പറയുന്നു, ശരീരത്തെ കൊല്ലുവാൻ സാധിക്കുന്നവനെ നീ ഭയപ്പെടേണ്ട, അതേസമയം നിന്റെ ആത്മാവിനെ നശിപ്പിക്കാൻ കഴിയുന്നവനെ നീ ഭയപ്പെടുക. അപ്പോൾ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്ക് ഭയമില്ലാതെ ജീവിക്കാൻ കഴിയും. സത്യത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്ക്, വചനത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്ക് they can lead a happy and fearless life. ഇന്നത്തെ കാലത്ത് അതാണ് ഏറ്റവും സ്മാർട്ടായിട്ടുള്ള ഒരു ഒരു നിലപാട്. നമുക്ക് ക്രിസ്തു വചനത്തെ മുറുകെ പിടിക്കാം. ആകാശത്തിന് കീഴിൽ വേറെ ഒന്നിലും രക്ഷയില്ല. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, നമ്മുടെ മനസ്സുകളെ തുറക്കട്ടെ, നമ്മളെ എളിമപ്പെടുത്തട്ടെ. എളിമയുള്ളിടത്തെ വചനത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. ഗോഡ് ബ്ലെസ്.